السلام عليكم ورحمة الله. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وآله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും ആദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാർ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പരിശുദ്ധ റമളാനിലെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ അവസാന പത്തിലെ, അതിൽ തന്നെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഒരൊറ്റ രാവിലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അവന്റെ ഭവനത്തിൽ നാം ഒത്തുകൂടിയിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ പത്തിൽ ആരാധനകൾ കൊണ്ട് ദൈവ സാമീപ്യം നേടാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ അങ്ങേയറ്റത്തെ ജാഗ്രത കാണിച്ചതായി നമുക്ക് കാണാൻ കഴിയും. 83 വർഷത്തെ നമ്മുടെ ആരാധനകൾക്ക് തുല്യമായ ആരാധനകൾ നിർവഹിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലമാണ് ലൈലത്തുൽ ഖദറിൽ ലഭിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തി. ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ പുണ്യമേറിയ ഒരു രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് വിശ്വാസികൾ ആരാധനകളിൽ മുഴുകിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അവസാന പത്തിലെ ഒറ്റയൊറ്റ രാവുകളിൽ 21, 23, 25, 27, 29 തുടങ്ങിയ ഒറ്റ രാവുകളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാനാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട്, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് ഞങ്ങൾ അറിയുകയാണെങ്കിൽ എന്താണ് ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് പ്രവാചകനോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു. സാഹചര്യങ്ങളിൽ നിന്ന് മനസ്സിലായാൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു കൊടുത്തു. അല്ലാഹുമ്മ ഇന്നക അഫുവ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ മാപ്പേകുന്നവനാണ്, നീ മാപ്പ് ഇഷ്ടപ്പെടുന്നവനാണ്, നീ എനിക്ക് മാപ്പ് നൽകണമേ എന്ന പ്രാർത്ഥനയാണ് വിശ്വാസികൾ നിരന്തരമായി പരിശുദ്ധ റമളാനിലെ ഈ അവസാന മണിക്കൂറുകളിൽ പ്രാർത്ഥിക്കേണ്ടത്. അതുപോലെ പരിശുദ്ധ റമളാനിൽ നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഹിദായത്തിന്റെ വെളിച്ചം ലഭിച്ചതിന് ശേഷം ഞങ്ങളെ നീ വഴികേടിലാക്കല്ലേ എന്ന പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാവേണ്ടതുണ്ട്. നാം ഇഷ്ടം പോലെ ആരാധനകൾ ചെയ്തു, ഉറക്കമൊഴിച്ച് ആരാധനകൾ ചെയ്തു, കഷ്ടപ്പെട്ട ആരാധനകൾ ചെയ്തു. ഈ ആരാധനകൾ അള്ളാഹു സ്വീകരിക്കണമെന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും താല്പര്യവും എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. അതൊരു വിശ്വാസിയുടെ അടയാളമാണ്. അള്ളാഹുവേ, എന്നിൽ നിന്ന് എന്റെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹു അമലുകൾ, കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്നാണ്. ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായി അള്ളാഹുവിനെ ഭയപ്പെട്ട് സൂക്ഷിച്ച് അമലുകൾ ചെയ്യുന്നവരിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ നാം കർമ്മങ്ങൾ ചെയ്യുന്നതോടൊപ്പം നമുക്ക് വല്ലാത്ത ഒരു ജാഗ്രതയുണ്ടാവണം. അള്ളാഹുവേ, ഇത് സ്വീകരിക്കണമേ എന്നുള്ള ഒരു ചിന്ത. മഹാന്മാരായ സലഫ് സാലിഹീങ്ങൾ, പൂർവികരായ ആളുകൾ ഇങ്ങനെ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. ലൗ അഅലമു അന്നല്ലാഹ തഖബ്ബല മിന്നി സജ്ദതൻ വാഹിദ ലകാന ദാലിക അഹബ്ബ ഇലയ്യ മിനദ് ദുനിയ വമാ ഫീഹാ. ഞാൻ നിർവഹിക്കുന്ന ഒരു സുജൂദ് അള്ളാഹു സ്വീകരിച്ചു എന്ന് എനിക്ക് ഉറപ്പായാൽ ഈ ദുനിയാവിലുള്ള എന്റെ സമ്പാദ്യങ്ങളെക്കാൾ ഏറ്റവും മികച്ചത്, വലുത്
ആ സുജൂദാണ് എന്ന് പൂർവികരായ ആളുകൾ പറയുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. നാം നിർവഹിക്കുന്ന സുജൂദ്, നാം നിർവഹിക്കുന്ന റുക്കൂഅ്, നാം നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ, നാം നിർവഹിക്കുന്ന സദഖകള്, ദാനധർമ്മങ്ങള്, ഇതെല്ലാം നിർവഹിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും മനസ്സ് പിടയേണ്ടതുണ്ട്. എങ്ങനെ പിടയണം? അല്ലാഹുവേ ഇത് സ്വീകരിക്കണം എന്നിൽ നിന്ന് എന്നുള്ള മനസ്സോടുകൂടിയാണ് നാം ആ പ്രവർത്തനം നടത്തേണ്ടത്. നോക്കൂ, നിങ്ങൾ വിശ്വാസികളുടെ സവിശേഷ ഗുണമായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജില അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് എന്ന വിശ്വാസത്തോടുകൂടി, എന്ന ചിന്തയോടുകൂടി, പിടക്കുന്ന ഹൃദയത്തോടുകൂടി അമലുകൾ ചെയ്യുന്നവരാണ്, ദാനധർമ്മം ചെയ്യുന്നവരാണ് സത്യവിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. പിടക്കുന്ന ഹൃദയത്തോടുകൂടി അള്ളാഹു നൽകിയത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ് വിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ചപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനോട് ചോദിച്ചു, അവരെന്തിനാണ് ഇങ്ങനെ പേടിച്ചുകൊണ്ട് ഇങ്ങനെ അമല് ചെയ്യുന്നത് എന്ന്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, അവർ വല്ല തോന്നിയാസവും ചെയ്തിട്ടാണോ ഭയപ്പെടുന്നത്? അല്ലോ മദ്യപിച്ചിട്ടാണോ അവർ ഭയപ്പെടുന്നത്? വല്ല കളവോ മോഷണമോ എന്തെങ്കിലും നടത്തിയിട്ടാണോ അവർ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്? അല്ല ആയിഷ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി കൊടുക്കുകയാണ്. വലാകിന്നഹു റജുലു യസൂമു വയുസല്ലി വയതസദ്ദഖു വയഖാഫു അല്ലാ യുഖ്ബല മിൻഹു. അള്ളാഹു എന്റെ നോമ്പ്, എന്റെ നമസ്കാരം സ്വീകരിക്കില്ലേ എന്ന ഒരു ഭയത്തോടു കൂടി ചെയ്യുന്നത് കൊണ്ടാണ് അവരെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹാക്ക് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ അങ്ങേയറ്റം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ആരാധനകൾ ചെയ്യുന്നത്. അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കണമെന്ന അങ്ങേയറ്റത്തെ ആഗ്രഹത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു പ്രാർത്ഥന, അള്ളാഹുവേ ഇതെനിക്ക് നീ സ്വീകരിക്കണമേ, എന്നിൽ നിന്ന് സ്വീകരിക്കണമേ എന്നാണ്. നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചോ എന്നെങ്ങനെയാണ് അറിയുക? പരിശുദ്ധ റമളാനിന് ശേഷം നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നു. ഒന്ന്, നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു പഠിപ്പിച്ചതുപോലെ നമ്മൾ ചെയ്യും. അൽ ഇസ്തിഖാമത്തു ബഅദ റമളാൻ. റമളാനിൽ നമ്മളിൽ ഒരു ഇസ്തിഖാമത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മുടെ വർത്തമാനം മാത്രമല്ല, നമ്മുടെ കർമ്മങ്ങളിലും അത് കാണാൻ കഴിയും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായിട്ട് അമൽ ചെയ്ത ഒരാൾക്ക് അതിനുശേഷം നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം. സവാബുൽ ഹസനത്തി അൽ ഹസനത്തു ബഅദഹ, സവാബുൽ ഹസനത്തി അൽ ഹസനത്തു ബഅദഹ. അല്ലാഹു സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ച ആളുകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രതിഫലം എന്താണെന്നോ? തുടർന്നും അമലുകൾ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ അവർക്ക് അല്ലാഹു അവസരം നൽകുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, പരിശുദ്ധ റമളാനിൽ നാം നിർവഹിച്ച ഈ ആരാധനകൾക്ക് ശേഷം നാം ഈ റമളാനിൽ വിട ചൊല്ലുമ്പോ അള്ളാഹു നമുക്ക് അതിന് നൽകുന്ന പ്രതിഫലത്തിന്റെ ഒരു അടയാളമാണ് ഈ ദുനിയാവിൽ തുടർന്നുകൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുന്നു എന്നാണ്. ആ തൗഫീഖ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വിശ്വാസിക്ക് വിജയിക്കുവാൻ കഴിയുക. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ തഖ്വയുണ്ടാകും. നാം പരിശുദ്ധ റമളാനിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ജീവിച്ചത്. എന്തെങ്കിലും തിന്മകൾ എന്റെ ജീവിതത്തിൽ വന്നു പോകുമോ എന്നുള്ളൊരു ഉൾഭയത്തോടു കൂടിയാണ് നാം നടന്നു നീങ്ങിയത്. എന്റെ വാക്കിലും എന്റെ പ്രവൃത്തിയിലും അതുപോലെ എന്റെ ഇടപാടുകളിലും എന്റെ ഇടപഴകലുകളിലും എന്റെ സമീപനങ്ങളിലും കാതലായ മാറ്റങ്ങൾ വരുത്തി. ആ വരുത്തിയ മാറ്റങ്ങൾ അത് പ്രകാരം തന്നെ നിലനിർത്തുവാൻ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുന്നുണ്ടെങ്കിൽ അല്ലാഹു എന്റെ റമളാനും എന്റെ ഖിയാമും എന്റെ നമസ്കാരവും എല്ലാം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അടയാളമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരടയാളം തിന്മകൾ നമ്മളിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ്. പരിശുദ്ധ റമളാനിൽ നാം തിന്മകൾ ഒഴിവാക്കി. പരിശുദ്ധ റമളാനിൽ നമ്മിലുണ്ടായിട്ടുള്ള കെട്ട പൊട്ട ആശയങ്ങള്, പൊട്ട ചിന്തകള്, പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ മാറ്റിവെച്ചു. അങ്ങനെ നമ്മൾ നന്നായി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചുകൊണ്ടാണ് പരിശുദ്ധ റമളാനിലേക്ക് വന്നത്. പരിശുദ്ധ റമളാൻ കഴിയുമ്പോഴും നമുക്ക് ഈ തിന്മകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത വിധമുള്ള ഒരു ജാഗ്രത നമ്മുടെ മനസ്സിലുണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. പരിശുദ്ധ റമളാൻ കഴിയുന്നതോടുകൂടി തന്നെ പഴയ പടിയിലേക്ക് നാം നീങ്ങുന്നുവെങ്കിൽ നമ്മുടെ അമലുകൾ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാനിൽ അവൻ നേടിയെടുത്തിട്ടുള്ള ഈ നന്മകളെ പൊന്നുപോലെ അവൻ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഹൃദയത്തിലെ വെളിച്ചമാണ്. അതാണ് റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ
ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹുവേ സന്മാർഗം നൽകിയതിനു ശേഷം ഞങ്ങളെ നീ വഴിപിഴപ്പിക്കല്ലേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എത്രയെത്ര നമസ്കരിച്ച മനുഷ്യര്, അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ വീണ മനുഷ്യര് അവസാനമാകുമ്പോഴേക്ക് ഈ ദീനിൽ നിന്ന് പോയി മതത്തെ തന്നെ പരിഹസിക്കുന്ന നിലപാടിലേക്ക് എത്തുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സന്ദർഭത്തിൽ ഒരു വിശ്വാസിയുടെ മനസ്സിൽ എപ്പോഴും എപ്പോഴും ഉണ്ടാവേണ്ട ഒരു പ്രാർത്ഥനയാണ്, റബ്ബേ എന്റെ മനസ്സിൽ നീ നിറച്ചിട്ടുള്ള വെളിച്ചമുണ്ടല്ലോ, ആ പ്രകാശമുണ്ടല്ലോ, അതിനെ നീ കെടുത്തിക്കളയരുത് എന്നുള്ള പ്രാർത്ഥനയാണ് വിശ്വാസിയിൽ നിന്നുണ്ടാവേണ്ടത്. യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമെന്നുള്ള പ്രാർത്ഥനയാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലാർഹമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോ നമുക്കുണ്ടാവേണ്ടത്. അതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് എനിക്ക് വല്ലാത്തൊരു മതിപ്പുണ്ടാവരുത്. ഞാൻ തരക്കേടില്ലാത്തൊരു നമസ്കാരക്കാരനാണ്, ഞാൻ തരക്കേടില്ലാത്ത ഒരു നോമ്പുകാരനാണ്, ഞാൻ തരക്കേടില്ലാത്ത ഒരു ദാനധർമ്മം ചെയ്യുന്നവനാണ്, ധർമ്മിഷ്ഠനാണ്. ഈ ചിന്ത ഒരിക്കലും തന്നെ ഒരു വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. കാരണം എന്താ? അള്ളാഹു പറഞ്ഞു, ഫലാ തുസക്കൂ അൻഫുസകും ഹുവ അഅലമു ബിമൻ ഇത്തഖാ, നിങ്ങൾ നിങ്ങളെ സ്വയം വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കരുത്. നിങ്ങൾ നിങ്ങളെ സ്വയം പരിശുദ്ധി ഉള്ളവനാണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വയം പരിശുദ്ധനായിട്ട് ചമയാൻ പാടില്ല. കാരണം നിങ്ങളുടെ മനസ്സിൽ എത്രത്തോളം തഖ്വയുണ്ട്, അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ട് എന്നൊക്കെ അള്ളാഹുവിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ അമലുകൾ മതിയായതാണ് എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. എന്നെപ്പോലുള്ള ആരാധനകളൊക്കെ നിർവഹിക്കുന്ന ആളുകൾ ഉണ്ടായാൽ തന്നെ ഈ നാട് നന്നാവും എന്നുള്ള ഒരു ചിന്തയുണ്ടല്ലോ, ഒരു മതിപ്പ്, എന്നെ കുറിച്ചുള്ള ഒരു മതിപ്പ്. ആ മതിപ്പ് ഒരിക്കലും എത്ര അമല് ചെയ്ത് ക്ഷീണിച്ചാലും ഒരു വിശ്വാസിക്കുണ്ടാവരുത് എന്നുള്ളതാണ്. കാരണം നാം മനസ്സിലാക്കേണ്ടത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യുദ്ഖില അഹദൻ അമലുഹു അൽ ജന്ന, ഒരാളുടെ കർമ്മം കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. സഹാബാക്കളെ അന്തം വിട്ടു. ഒരാളുടെ അമല് കൊണ്ട് മാത്രം സ്വർഗത്തിൽ പോകാൻ കഴിയില്ല. വലാ അൻത യാ റസൂലല്ലാഹ്, പ്രവാചകരെ അങ്ങയും അങ്ങയുടെ കർമ്മങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകില്ലേ? സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. പ്രവാചകൻ പറഞ്ഞു, വലാ അന, ഞാനും പോകില്ല. ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു, അല്ലാഹു അവന്റെ വിശാലമായ കാരുണ്യം കൊണ്ട് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ല എന്നുള്ളതാണ് ലോകത്തിന്റെ പ്രവാചകൻ പറഞ്ഞു തരുന്നത്. എന്റെയും നിങ്ങളുടെയും കാര്യമെന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ അമലുകൾ കൊണ്ട് മാത്രം പോരാ, നമ്മുടെ പ്രാർത്ഥനകൾ നിരന്തരമായിട്ടുണ്ടാവണം. അള്ളാഹുവേ എന്റെ അമല് നീ സ്വീകരിക്കണം, എന്റെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണം, അള്ളാഹുവേ നിന്റെ റഹ്മത്ത് എനിക്ക് ലഭിക്കണം. ആ റഹ്മത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് നാളെ സ്വർഗത്തിൽ നമുക്ക് എത്താൻ കഴിയുക എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. ഏത് അമലുകളും അള്ളാഹു സ്വീകരിക്കുന്നത് റബ്ബേ അത് സ്വീകരിക്കണമെന്നുള്ള നിരന്തരമായ ആവശ്യം നമ്മളിൽ നിന്നുണ്ടാകുമ്പോഴാണ്. മഹാനായ ഇബ്രാഹിം പ്രവാചകനും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും കഅബാലയം പടുത്തുയർത്തിക്കൊണ്ട്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടി കഅബാലയം പടുത്തുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം, അള്ളാഹുവേ ഈ കർമ്മം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണം. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് കഅബാലയം പടുത്തുയർത്തുന്നത്. അള്ളാഹ്ക്കറിയാം അള്ളാഹുവിന്റെ താല്പര്യം, അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ പ്രവാചകന്മാർ ഈ ഭവനം പടുത്തുയർത്തിയിട്ടുള്ളത്. എന്നിട്ടും ആ പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ ഈ കർമ്മം എന്നിൽ നിന്ന് സ്വീകരിക്കണം. നാം ഓരോ നമസ്കാരവും, ഓരോ ഖിയാമും, ഓരോ രാത്രി നമസ്കാരവും, ഏത് സൽക്കർമ്മമായാലും അള്ളാഹുവിനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അള്ളാഹുവേ എന്റെ അമല് നീ സ്വീകരിക്കണം. ഈ അമല് സ്വീകരിച്ചെങ്കിൽ മാത്രമാണ് ഇതുകൊണ്ട് നാളെ എനിക്ക് ഉപകാരപ്പെടുക. അല്ലെങ്കിൽ നിന്റെ അടുക്കലെത്തുമ്പോൾ ഒരു അമലുമില്ലാതെ, സ്വീകരിക്കപ്പെടുന്ന ഒരു കർമ്മവും ഇല്ലാതെ ഞാൻ പരിഹാസ്യനാകെ പോകുന്ന ഒരവസ്ഥ എന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധ റമളാനിലെ ഈ വിലപ്പെട്ട ദിനരാത്രങ്ങളെ നമ്മൾ വിനിയോഗിക്കുവാൻ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മ കൂടുതൽ പ്രവർത്തിക്കുവാനുള്ള, നന്മയിലേക്ക് കൂടുതൽ അടുക്കുവാനുള്ള അവസരമായിട്ട് അല്ലാഹു ഈ അപൂർവ നിമിഷങ്ങളെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിഭ്രാന്തരായിട്ട്, ഉത്കണ്ഠാകുലരായിട്ട് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾ, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള പ്രവാസികള്, നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ ഭർത്താക്കന്മാര്, നമ്മുടെ ഇണകള്, നമ്മുടെ മക്കള്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവര്, അയൽക്കാര്,
അവരൊക്കെ തന്നെയും പരിഭ്രാന്തരായി കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ട ഒരു രാവ് കൂടിയാണ് ഈ രാവ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ മുസ്ലിം രാജ്യങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് വിശ്വാസികളുടെ കൈകൾ അള്ളാഹുവിലേക്ക് ഉയരേണ്ടതുണ്ട്. നമ്മുടെ ഇഹത്തിലെയും പരത്തിലെയും എല്ലാ ഗുണങ്ങൾക്ക് വേണ്ടിയുമുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മളിൽ നിന്ന് ഉയരേണ്ടതുണ്ട്. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആ ലൈലത്തുൽ ഖദറിൽ ഒരുക്കി വെച്ചിരിക്കുന്ന മഹാപ്രതിഫലം നമ്മെ തേടിയെത്തുകയുള്ളൂ. അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന, അള്ളാഹു ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ അനുഗ്രഹം തേടിക്കൊണ്ട് കഠിനാധ്വാനം ചെയ്യുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആനാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نسألك الهدى والتقى والعفاف والغنى يا أرحم الراحمين. اللهم صل وسلم على رسولك وعبدك محمد وآله وصحبه أجمعين والحمد لله رب العالمين.